പരിപാവനമായ ജമാദുൽ ഊല ജമാദുൽ അവ്വൽ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിന്ന് നാളെ പകൽ കടന്നു വരികയാണ്. വലിയ അസുലഭ മുഹൂർത്തമാണ്. എന്തൊക്കെയാണ് ഈ ദിവസത്തിൽ നാളെ പകലിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വിശദമായി പറയുന്നതോടൊപ്പം തന്നെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഒന്നാമത്തേത് ചെറിയൊരു ദുആയാണ്. 1,00,000 ആളുകളെ നരകത്തിൽ നിന്നും അല്ലാഹു തആല മോചിപ്പിക്കുമ്പോൾ നരകമോചനം കിട്ടാൻ നമ്മൾ നിത്യമാക്കേണ്ട ചെറിയൊരു ദുആയുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയൊരു ഇസ്മ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുകയാണ്. ആരുടെ മുന്നിൽ പോയും കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥ ഇല്ലാതിരിക്കാൻ, പെട്ടുപോവാതിരിക്കാൻ ഒരു ഇസ്മ നിത്യമാക്കണേ. അതോടൊപ്പം തന്നെ ഒരു സ്വലാത്ത്. ഈ ഒരു സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ 7,00,000 സ്വലാത്ത് പറഞ്ഞ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്തും ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം. 3 കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച രാവിന്റെ അതിശ്രേഷ്ഠമായ വലിയ മഹത്വങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും പടച്ചവൻ മാറ്റിത്തരുമാറാവട്ടെ. നമ്മുടെ ഈ സദസ്സിനെ അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ ഈ സദസ്സിൽ ആരെല്ലാം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ടോ, ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് ദുആവസിയത്തുകളാണ് ഓരോ ഉമ്മമാരും ഒപ്പമാരും എഴുതിവിടുന്നത്. അല്ലാഹു തആല അവരുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. വേദനകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ അല്ലാഹു മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിപാവനമായ ജമാദുൽ ഊല അഥവാ ജമാദുൽ അവ്വൽ മാസം നമ്മളിലേക്ക് ഇതാ കടന്നു വന്ന് അതിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് വെള്ളിയാഴ്ച രാവ്, നാളെ വെള്ളിയാഴ്ച പകൽ. അതിശ്രേഷ്ഠമായ ദിനങ്ങളാണ്. ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളൊക്കെ നമ്മൾ ഈ സാധാരണ പറയാറുണ്ട്. ഇന്ന് അല്ലാഹു തആല ലക്ഷക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു രാവാണ് ഈ വെള്ളിയാഴ്ച രാവെന്നുള്ളതാണ്. ഈ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന സമയത്ത് നരകമോചനം നമുക്കും കിട്ടണം. അതിനെന്താ ചെയ്യേണ്ടത്? 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഒരു ദുആയാണ്, രണ്ടാമത്തേത് ഒരു ഇസ്മാണ്. ഇൻഷാ അല്ലാഹ് അത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയട്ടെ. വെള്ളിയാഴ്ച രാവിനെയും വെള്ളിയാഴ്ച പകലിനെയും ഈ 2 സമയങ്ങളെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്. എന്തെന്നറിയോ? അള്ളാഹു ജീവിതത്തിൽ ബറക്കത്ത് നൽകുമെന്നാണ്. ഞാനിത് പറയാനുള്ള കാരണം, ഏകദേശം 3 ആഴ്ചകൾക്ക് മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാനത് എൻ്റെ മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരുപക്ഷെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവാം ഇതുപോലുള്ള അനുഭവങ്ങളും വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഒരു പ്രവാസിയായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം എന്നെ വിളിച്ചു. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ 2 വർഷമായി ഞാൻ ദുബൈയിലാണ് ജോലി ചെയ്യുന്നത്. പ്രവാസിയായിട്ട് ഏകദേശം 5 വർഷത്തോളമായി. 2 വർഷമായി ഇപ്പോൾ ജോലി ചെയ്യുന്നത് ദുബൈയിലാണ്. വലിയ പ്രയാസത്തിലാണ്. എനിക്ക് 1,00,000-ഓളം രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷേ ആ ശമ്പളം കിട്ടുന്ന പൈസ എങ്ങനെയാണ് ചിലവായി പോകുന്നതെന്നറിയില്ല. വീട്ടിലേക്ക് കൊടുത്തയക്കാൻ കിട്ടുന്നില്ല. ബാക്കി ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല. മാനസികമായ പ്രയാസമാണ്, ശാരീരികമായ ബുദ്ധിമുട്ടുകളാണ്. എന്താണ് പറ്റിയതെന്ന് എനിക്കറിയില്ല. ഉസ്താദ് ദുആരക്കണം. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മുമ്പ് അദ്ദേഹം ആദ്യം പ്രവാസിയായി ചെന്നത് സൗദിയിലായിരുന്നു. സൗദിയിൽ ഏകദേശം 3 വർഷത്തോളം അദ്ദേഹം ഒരു കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്തു. അദ്ദേഹം മാനേജറായി ജോലി ചെയ്ത സമയത്ത് ഇദ്ദേഹം താമസിച്ചത് പാകിസ്ഥാനികളുടെ കൂടെയാണ്. പാകിസ്ഥാനികളിലെ ഉന്നതമായ ജോലി ചെയ്യുന്ന ആളുകളോടൊപ്പമാണ് ഇദ്ദേഹം താമസിച്ചിരുന്നത്. അങ്ങനെ താമസിച്ചിരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തിൻ്റെ, ഇദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്ന കമ്പനിയുടെ തൊട്ടടുത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിൽ എല്ലാ വഖ്തുകൾക്കും നിസ്കരിക്കാൻ പോകുമായിരുന്നു. ഇബാദത്തുകൾ കൃത്യമായിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ശമ്പളമുണ്ട്. അപ്പോൾ ശമ്പളം തൻ്റെ ചിലവ് കഴിഞ്ഞ് വീട്ടിലേക്ക് അയക്കാനും ഉണ്ടായിരുന്നു. നല്ലൊരു വീട് വെച്ചു. ആ 3 വർഷക്കാലം അൽഹംദുലില്ലാഹ് വളരെ റാഹത്തായിരുന്നു. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ശമ്പളമുള്ള ജോലി ദുബൈയിലുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറിയതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് വലിയ പ്രയാസമാണ് നേരിടുന്നത്. എനിക്ക് ആ പഴയ ജോലി തന്നെ മതിയായിരുന്നു. കുറച്ച് ശമ്പളം കുറവാണെങ്കിലും അതൊരു ഹൈറായ ജോലിയായിരുന്നു ഉസ്താദെ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇവിടെ ദുബൈയിൽ പള്ളി അടുത്തുണ്ടെങ്കിലും പള്ളിയിൽ പോവാനേ തോന്നുന്നില്ല. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയൊക്കെ ലീവാണ് പലപ്പോഴും. വെള്ളിയാഴ്ച ജുമഅക്ക് തൊട്ട്
മുമ്പാണ് ഞാൻ പള്ളിയിലേക്ക് പോകുന്നത്. സൗദിയിലായിരുന്നപ്പോൾ രാവിലെ തന്നെ പള്ളിയിൽ പോകുമായിരുന്നു. രാവിലെ തന്നെ പള്ളിയിൽ പോയി സൂറത്തുൽ കഹഫും സ്വലാത്തൊക്കെ ഓതുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ദുബൈയിലായിരുന്നിട്ട് ജോലിയുടെ തിരക്ക് കാരണം അല്ലെങ്കിൽ മറ്റ് ജീവിത തിരക്ക് കാരണം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നേരത്തെ പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, സൂറത്തുൽ കഹഫ് ഓതാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ ജുമാക്ക് താമസിച്ചാണ് പോകുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ എനിക്കിതിൽ നിന്നും മനസ്സിലായത്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസുണ്ട്. നബി തങ്ങൾ പറയുന്നു, വെള്ളിയാഴ്ച രാവിനെയും വെള്ളിയാഴ്ച പകലിനെയും ഈ രണ്ട് സമയങ്ങളെ പവിത്രത നൽകാത്തവർ, ഈ രണ്ട് സമയങ്ങളെ ബഹുമാനിക്കാത്തവർ, ആദരിക്കാത്തവർ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ ലയുളയ്യിഖുൽ ഐഷ എന്നാണ്. ജീവിതത്തെ കുടുസാക്കിക്കളയും, അല്ലാഹു പിടിച്ച് നെരുക്കിക്കളയും. രോഗങ്ങൾ വരും. ആ നെരുക്കലിൽ ഒരുപാട് രോഗങ്ങൾ വന്നേക്കാം, പ്രതിസന്ധികൾ വന്നേക്കാം, ദുഃഖങ്ങൾ വന്നേക്കാം, ശമ്പളം കിട്ടിയിട്ട് തികയുന്നില്ലാത്ത അവസ്ഥ വന്നേക്കാം. ഇങ്ങനെ നൂറ് നീറുന്ന പ്രശ്നങ്ങൾ വന്നേക്കാം. അല്ലാഹു തആല അവൻ്റെ ജീവിതം പിടിച്ച് നെരുക്കുകയാണ്. എന്തേ കാരണം? അവൻ വെള്ളിയാഴ്ച ദിവസത്തെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. ഇതൊരു പ്രവാസിയുടെ അനുഭവം മാത്രമല്ല, നമ്മുടെയൊക്കെ അനുഭവം ഇങ്ങനെയായിരിക്കാം. അള്ളാഹു കാക്കുമാറാവട്ടെ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അലിയാര് തങ്ങൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളിയാഴ്ച രാവായി കഴിഞ്ഞാൽ നബി തങ്ങൾ വരും, ഞങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറയും, ഇദാ കാനത്ത് ലൈലത്തുൽ ജുമുഅ, സ്വഹാബ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണല്ലോ കടന്നു വന്നിട്ടുള്ളത്, വെള്ളിയാഴ്ച രാവാണല്ലോ ഇത്. മർഹബൻ ബിലൈലത്തിൽ അതീഖ്, മർഹബൻ ബിലൈലത്തിൽ മഗ്ഫിറ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയും, എന്ത്? നരകമോചനത്തിന്റെ രാത്രിയേ നിനക്ക് സ്വാഗതം, മഗ്ഫിറത്തിന്റെ രാത്രിയേ നിനക്ക് സ്വാഗതം, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നും ഒരുപാട് നന്മകൾ ഇറങ്ങുന്ന രാത്രിയേ നിനക്ക് സ്വാഗതം എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമായിരുന്നു. എന്നിട്ട് വീണ്ടും നബി തങ്ങൾ പറയും, തൂബാ ലിമൻ അമില ഫീഹി ഖൈറാ. ഈ വെള്ളിയാഴ്ച രാവിലെ, ഈ വെള്ളിയാഴ്ച പകലിൽ ഏതെങ്കിലും ഒരു നന്മ ചെയ്യുന്നവൻ, അവൻ അല്ലാഹുവിന് ഏറ്റവും വലിയ വേണ്ടപ്പെട്ടവനാണ്, അവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ ചെറിയ അമലുകൾ കൊണ്ട് തന്നെ അവനിക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുന്നതാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, ഈ വെള്ളിയാഴ്ച രാവ്, നാളെ വെള്ളിയാഴ്ച പകൽ, ഈ സമയത്ത് നമ്മൾ ഒരിക്കലും അശ്രദ്ധമായി കളയരുതേ. ചെറിയ ചെറിയ നന്മകൾ പോലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കണേ. സലാം പറയുക എന്നുള്ളത് ചെറിയ നന്മയാണ്, സ്വതക്ക കൊടുക്കുക എന്നുള്ളത് നന്മയാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഭാര്യമാർക്കോ മക്കൾക്കോ എന്തെങ്കിലും ഖിദ്മത്ത് ചെയ്യുക, അതായത് കടയിൽ നിന്ന് സാധനം വാങ്ങി കൊടുക്കുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, ഇതൊക്കെ എന്താണ്? നമുക്ക് കിട്ടുന്ന ഈ ഒരു ദിവസത്തിൽ നമുക്ക് ചെയ്യാൻ കിട്ടുന്ന വലിയ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളാണ്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ രാത്രിയിലാണ് അല്ലാഹു തആല ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നത്. ഇന്നല്ലാഹ യുഅതിഖു ഫീ കുല്ലി ലൈലത്തിൽ ജുമുഅ 100,000 അതീഖിൻ മിനന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 1,00,000 ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു ദിവസമാണ്, ഒരു രാത്രിയാണിന്ന്, ഒരു സന്ദർഭമാണിന്ന്. വെള്ളിയാഴ്ച രാവിനെ പറ്റിയാണ് നബി തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാവണോ? ലക്ഷക്കണക്കിന് ആളുകൾ നരകത്തിൽ നിന്നും മോചനം കിട്ടി സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കും സ്വർഗം വേണ്ടേ? നരകത്തിൽ നിന്നും മോചനം വേണ്ടേ? അതിനെന്ത് പറയണം? ഇന്നത്തെ ഈ ദിവസത്തിൽ ചുരുങ്ങിയത് 10 പ്രാവശ്യമെങ്കിലും അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് പറയണേ. ഈ വീഡിയോ കാണുന്നവരെ ഒരു 10 പ്രാവശ്യം ഒന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും, ഇൻഷാ അല്ലാഹ് ഉസ്താദെ ഞാൻ 10 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞു അല്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. 10 പ്രാവശ്യം അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് 10 പ്രാവശ്യം പറഞ്ഞിട്ടൊന്ന് കമൻറ്റ് എഴുതിക്കേ. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, നരകത്തിൽ നിന്നും നീ ഞങ്ങളെ മോചിപ്പിക്കണേ അല്ലാ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ, നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി
ഉൾപ്പെടുത്തല്ലേ റഹ്മാനെ, സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നരകത്തിൽ നിന്ന് മോചനം കിട്ടാൻ നമ്മൾ ഈ ദുആ എപ്പോഴും പതിവാക്കണമെന്നാണ്. ഇനി ഒരു ഇസ്മു കൂടി പറഞ്ഞു തരട്ടെ. അള്ളാഹുവിൻ്റെ ഈ ഒരു ഇസ്മു പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ ഇസ്മു എപ്പോഴാണ് പറയേണ്ടതെന്നറിയോ? അതായത് നമ്മൾ കുളിച്ച് കഴിഞ്ഞ്, എപ്പോഴാണോ കുളിക്കുന്നത്, കുളി കഴിഞ്ഞിട്ട് പറയാണ്. അതുപോലെ വുളു എടുത്തതിന് ശേഷം പറയുക, ഭക്ഷണം കഴിച്ചതിന് ശേഷം പറയുക, വെള്ളം കുടിച്ചതിന് ശേഷം പറയുക, വീട്ടിൽ കടന്നതിന് ശേഷം പറയുക. വെറും 3 പ്രാവശ്യം പറഞ്ഞാൽ മതി. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, അൽഹംദുലില്ലാ, എന്നിട്ട് ഈ ഒരു ഇസ്മു പറയുക. എന്താണ് ആ ഇസ്മു? യാ മുഇസ്സു യാ അല്ലാഹ്. ഇതാണ് ആ ഇസ്മു. നമ്മൾ സാധാരണ പറയാറുള്ള ഇസ്മാണ് യാ മുഇസ്സു യാ അല്ലാഹ്. എന്താ അതിൻ്റെ അർത്ഥം? പ്രതാപം നൽകുന്നവനേ അല്ലാഹുവേ എന്ന ഒരു ഇസ്മു പറഞ്ഞാൽ ശരവേഗത്തിൽ ഒരു അമ്പെയ്താൽ ആ അമ്പ് എത്രമാത്രം വേഗത്തിലാണോ പോകുന്നത്, അതിനേക്കാൾ വേഗത്തിൽ അല്ലാഹു തആല നമുക്ക് വിജയങ്ങൾ തുറന്നു തരുന്ന ഒരു ഇസ്മാണ് യാ മുഇസ്സു യാ അല്ലാഹ്. ഇത് എപ്പോഴൊക്കെയാ പറയേണ്ടത്? കുളി കഴിഞ്ഞിട്ട്, നമ്മൾ കുളിച്ചു കഴിഞ്ഞ് അല്ലേ, കുളിച്ചു കഴിഞ്ഞ് ഉടുപ്പിടുന്ന സമയത്ത്, വസ്ത്രം ധരിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം, വെള്ളം കുടിച്ചതിന് ശേഷം, നല്ല കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ അതൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഇസ്മു പറയുക. അല്ലാഹു തആല നമുക്ക് അഭിമാനം നിലനിർത്തി തരും. ആരുടെ മുന്നിൽ പോയും കൈ നീട്ടേണ്ട ഒരവസ്ഥ വരുത്തുകയില്ല. അഭിമാനം ചീന്തിപ്പോവില്ല, നാണം കെടൂല്ല, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ പെട്ടുപോകില്ല. ആഖിറത്തിലും നമുക്കൊരു പെട്ടുപോവേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം വെള്ളിയാഴ്ച രാവിൽ പറയോ, ഒരുപാട് വട്ടം പറയൂ, യാ മുഇസ്സു യാ അല്ലാഹ്, യാ മുഇസ്സു യാ അല്ലാഹ്, യാ മുഇസ്സു യാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോട് ഉപ്പമാരോട് വീണ്ടും ഞാൻ പറയട്ടെ, വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം, വെള്ളിയാഴ്ച പകലിൻ്റെ മഹത്വം അതിശ്രേഷ്ഠമാണേ, അത് ശ്രേഷ്ഠമാണേ, അതിശ്രേഷ്ഠമാണേ. കാരണം ഒരിക്കൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പരാതി പറയുന്നു, നബിയേ, ഞാൻ പഠിച്ചിട്ട് എൻ്റെ ഓർമ്മ നിലനിൽക്കുന്നില്ല, എല്ലാം മറന്നു പോകുന്നു നബിയേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, ഓ അലിയെ, വെള്ളിയാഴ്ച രാവിൽ നീ വന്ന് ദുആ ചെയ്യണേ. വെള്ളിയാഴ്ച രാവിൽ ദുആ ഇറക്കണം. വെള്ളിയാഴ്ച രാവെന്ന് പറഞ്ഞാൽ ദുആക്ക് ഇജാബത്തുള്ള, ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു സമയമാണ്, സന്ദർഭമാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിൽ ദുആ ഇറന്നാൽ അല്ലാഹു ആ ദുആ സ്വീകരിക്കുന്നതാണ് അലിയേ. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ വെള്ളിയാഴ്ച രാവിൽ ദുആ ചെയ്തിട്ട് അല്ലാഹു ദുആ സ്വീകരിച്ച ഒരുപാട് മഹത്തുക്കളുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്ന മഹാനായ യഅ്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യഅ്കൂബ് നബിക്ക് അല്ലാഹു തആല 11 മക്കളെ കൊടുത്തിരുന്നു. 11ാമത്തെ മകൻ്റെ പേരാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സഹോദരങ്ങളുണ്ട് 10 പേർ. അവർ ഈ യഅ്കൂബ് നബിയാകുന്ന വാപ്പയോട് അനുസരണക്കേട് കാണിച്ചവരാണ്, എപ്പോഴും നുണ പറയുന്നവരാണ്. യഅ്കൂബ് നബിക്ക് വലിയ പ്രയാസമായി, ദുഃഖമായി, സങ്കടമായി. പടച്ചോനെ, എൻ്റെ മക്കൾ എന്താ എന്നെപ്പറ്റി ഇങ്ങനെ, എന്നോടെന്താ ഇങ്ങനെ ചെയ്യുന്നത്, എന്നോടെന്താ ഇങ്ങനെ പെരുമാറുന്നത്? മഹാനവറുകൾക്ക് വലിയ വേദനയായി. പ്രവാചകരല്ലേ, 80 വർഷക്കാലം ഈ ഒരു വേദനയിൽ മഹാനവറുകൾ കഴിഞ്ഞു എന്നാണ്. മക്കളെപ്പോഴും ഇടങ്ങേറാക്കുന്നു ഈ 10 മക്കൾ. അവസാനം ദുആ ചെയ്തു. ദുആ ചെയ്യുന്നത് എപ്പോഴാണെന്നറിയോ? വെള്ളിയാഴ്ച രാവ്. അന്ന് അവർക്ക് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയൊന്നുമില്ല, പക്ഷേ വ്യാഴാഴ്ച രാത്രി മഹാനവറുകൾ ദുആയിരുന്നു എന്നാണ്. അള്ളാഹുവിനോട് കരഞ്ഞു ദുആയിരുന്നു. പിറ്റേന്ന് ആയപ്പോൾ ഈ 10 മക്കളും മഹാനായ യഅ്കൂബ് നബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വാപ്പാ, യാ ബി യാ ബത്താ യാ ബി, ഞങ്ങളിതാ ഒരുപാട് തെറ്റുകൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പുറത്തു തരണം, ഞങ്ങളോട് മാപ്പാക്കണമെന്ന് ആ മക്കൾ വന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ആ മക്കൾ നന്നാവാൻ മഹാനവറുകൾ ദുആ ചെയ്തത് ഒരു വെള്ളിയാഴ്ച രാവിലായിരുന്നു എന്നാണ്. ശേഷം 25ഓളം വർഷം മഹാനവറുകൾ വളരെ റാഹത്തായി തൻ്റെ മക്കളോടൊപ്പം കഴിഞ്ഞു എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് പറഞ്ഞു വന്നത്, വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം അതിശ്രേഷ്ഠമാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ, സഹോദരി സഹോദരന്മാർ, നമുക്ക് 100 നീറുന്ന പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, കടങ്ങളുണ്ട്. ഇതൊക്കെ മാറിക്കിട്ടാൻ നമ്മൾ ആത്മാർത്ഥമായി ദുആ ഇറക്കണം. ഉസ്താദേ, ദുആ ഇറക്കണമെന്ന് നിങ്ങൾ ദുആ വസിയത്ത് പറയുന്നുണ്ട്, ദുആ ഇറക്കുന്നുമുണ്ട്. പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ ദുആ ഇറക്കുന്നത് പോലെ ഏത് ഉസ്താദ് ദുആ ഇറന്നാലും ആവില്ല.
ഉസ്താദിൻ്റെ കാര്യത്തിൽ ദ്വാരെന്നാൽ അത്രയും ഒരു ആത്മാർത്ഥത മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാരക്കുമ്പോൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വന്തം കാര്യം നമ്മൾ സ്വന്തമായി അള്ളാഹുവിനോട് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു തആല നമ്മുടെ ദുആഇനെ സ്വീകരിക്കുമാറാവട്ടെ, നമ്മുടെ സ്വലാത്തുകളെ സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ. സൂറത്തുൽ കഹ്ഫിൻ്റെ കാര്യം, മറ്റു സൂറത്തുകൾ അറിയാവുന്ന സ്വലാത്തുകൾ അല്ലേ, ഒരുപാട് സ്വലാത്തുകൾ നമുക്കറിയാം. അദദു സ്വലാത്ത് അല്ലേ, സ്വലാത്തു സആദ എന്നൊക്കെ പേരുള്ള സ്വലാത്തുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമത്തൻ ബിദവാമി മുൽക്കില്ല. ഒരു പ്രാവശ്യം പറഞ്ഞാൽ 7 ലക്ഷത്തോളം വരുന്ന സ്വലാത്ത് ചൊല്ലിയ വമ്പൻ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തു സആദ, അല്ലെങ്കിൽ സ്വലാത്തുൽ മുൻജിയ, അല്ലെങ്കിൽ സ്വലാത്തുൽ അദദ് എന്നൊക്കെ ഈ സ്വലാത്തിന് പേരുണ്ട്. അപ്പോൾ ഈ സ്വലാത്ത് നമ്മൾ പറഞ്ഞപ്പോൾ ഇത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള സ്വലാത്ത് ആയതുകൊണ്ടാണ് ഞാൻ ഓടിച്ചു പോകുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമത്തൻ ബിദവാമി മുൽക്കില്ല. മറന്നു പോകരുതേ ഈ സ്വലാത്ത് പറയുക. അതുപോലെ തന്നെ ഒരുപാട് ദിക്റുകൾ പറയുക, തസ്ബീഹുകൾ പറയുക, അതുപോലെ തന്നെ ഒരുപാട് ദുആരക്കുക, സ്വതക്ക കർമ്മങ്ങൾ ഏർപ്പെടുക, മറ്റുള്ളവരെ സഹായിക്കുക. ഇതൊക്കെ ഈ വെള്ളിയാഴ്ച രാവിലും പകലിലും ചെയ്യാൻ പറ്റിയ വമ്പൻ പ്രതിഫലങ്ങൾ കിട്ടുന്ന കാര്യങ്ങളാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയവരെ സിയാറത്ത് ചെയ്യാൻ മറന്നു പോവണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് 3 കാര്യമാണ്. ഒന്നാമത്തേത് നരകത്തിൽ നിന്നും മോചനം കിട്ടാനുള്ള ദുആയാണ് അല്ലാഹുമ്മ അജിർനി മിനന്നാർ. അതുപോലെ തന്നെ ഏത് സമയത്തും അല്ലാഹു തആല വിജയം നൽകുന്ന, ആരുടെ മുന്നിലും നാണം കെട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാവാത്ത ഒരു ഇസ്മുണ്ട്, യാ മുഇസ്സു യാ അല്ലാഹ് എന്ന ഇസ്മ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഒരു സ്വലാത്ത്, അദദ് സ്വലാത്ത്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ 7 ലക്ഷത്തോളം സ്വലാത്ത് പറഞ്ഞ വമ്പൻ പ്രതിഫലം കിട്ടുന്ന സ്വലാത്താണ്. ഈ സ്വലാത്തും മറന്നു പോവാതെ നമ്മൾ പറയാൻ ശ്രമിക്കണേ. അല്ലാഹുവേ പടച്ചവനെ, ഈ പരിശുദ്ധമായ ജമാദുൽ അവ്വലിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഈ സമയത്ത് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും നീ കബൂലാക്കണേ അല്ലാ. ദോഷങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ആരെല്ലാം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെയും ഞങ്ങളുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കണേ അല്ലാ. വിഷമങ്ങൾ മാറ്റിത്തരണയല്ലാ, സങ്കടങ്ങൾ നീക്കിത്തരണയല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പെടുത്തിക്കളയല്ലേ റഹ്മാനെ. നീ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണയല്ലാ. മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണയല്ലാ. ഈ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മവും നീ ഖബൂലാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ, നമ്മുടെ ദുആഇനെ കബൂലാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ഈ വീഡിയോ നിങ്ങൾ കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അവരും ഈ പറയപ്പെടുന്ന സ്വലാത്തും ദിക്റൊക്കെ ചൊല്ലട്ടെ, അവർക്കും കിട്ടട്ടെ സ്വർഗ്ഗം. അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. അല്ലാഹു തആല നമ്മുടെ ഈ സ്നേഹബന്ധം നാളെ സ്വർഗ്ഗത്തിലും നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.